പ്രബോധനം നടത്തിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ വിശ്വസിച്ചില്ല. ചുരുങ്ങിയ പേരല്ലാതെ ഇല്ലാ ഖലീലൻ മിൻഹും എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചപ്പോ ആ ചുരുങ്ങിയ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയെ നന്നാക്കാൻ കഴിഞ്ഞില്ല, കൻആനിനെയും നന്നാക്കാൻ കഴിഞ്ഞില്ല. വഴിപിഴക്കുകയാ. അവസാനം പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിനോട് കീണപേക്ഷിച്ചുകൊണ്ട് ദുആ ചെയ്തപ്പോ പടച്ച തമ്പുരാനായ റബ്ബുൽ ഇസ്സത്തിന്റെ ശിക്ഷ കടന്നു വരികയാണ്. വിശദീകരിക്കുന്നില്ല, ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. തൂഫാൻ കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകമാകെ ജലപ്രളയത്തിലൂടെ അവിശ്വാസികൾ മുങ്ങിച്ചാകാനെടുത്തായപ്പോ പടച്ചവരെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയും മുങ്ങിച്ചെത്തു. അവസാനമായി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനല്ലേ, ആ പൊന്നാനെന്ന് പറയുന്ന പൊന്നുമോന് മുങ്ങിച്ചാകാനെടുത്തായപ്പോ ആ മുങ്ങിച്ചാകലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പർവ്വതമാശ്രയിച്ചുകൊണ്ട് ഓടി വരികയാണ്. പർവ്വതമാശ്രയിച്ച് ഓടി വരുന്ന കൻആനിനെ വാപ്പ കാണുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടപ്പോ ആ പൊന്നുമോനെ വിളിക്കുകയാണ്, മോനേ. അവിശ്വാസിയാവട്ടെ, ഉമ്മാന്റെ പാർട്ടിക്കാരനാവട്ടെ, അവസാനത്തെ സമയത്തിലെങ്കിലും എന്റെ ബീജത്തിൽ നിന്ന് പിറന്നുപോയ പൊന്നുമോനെ വന്ന് രക്ഷപ്പെടുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ പൊന്നുമോനെ വിളിച്ചുകൊണ്ട് വാപ്പ പറയാണ്, മോനേ യാ ബുനയ്യർകം മഅനാ, വാടാ പൊന്നുമോനെ വാടാ, കപ്പലിൽ കയറടാ പൊന്നുമോനെ, മുങ്ങിച്ചാകല്ലടാ മുങ്ങിച്ചാകല്ലടാ, കപ്പലിൽ വന്ന് കയറടാ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട പൊന്നുമോനെ 950 വർഷം മതപ്രബോധനം നടത്തിയ, ദീൻ പ്രബോധനം നടത്തിയ വാപ്പയോട് പറഞ്ഞതെന്തെന്നറിയ വാപ്പാ? ഇല്ല വാപ്പാ, ഇല്ല, നിങ്ങളെ പിഴച്ച വാദക്കാരനാണ്, നിങ്ങളെ പിഴച്ച വാദക്കാരനാണ്, നിങ്ങളെ മോശപ്പെട്ടവനാണ് വാപ്പാ, നിങ്ങളെ തമ്മാടിയാണ് വാപ്പാ. എന്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് വാപ്പാ, മുങ്ങിച്ചെത്താലും നിങ്ങളുടെ കപ്പലിലേക്ക് ഞാൻ വരൂല്ല, ഞാൻ മുങ്ങിച്ചെത്താലും നിങ്ങളുടെ കപ്പലാശ്രയിച്ച് കയറൂല്ല. സാവീ ഇലാ ജബലി യസ്മുനു മിനൽ മാ. എന്റെ ഉമ്മ നിങ്ങളുടെ എല്ലാ സ്വഭാവത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് വാപ്പാ, അതുകൊണ്ട് കപ്പലിൽ ഞാൻ കയറൂല്ല വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊന്നുമോന് പറയുന്നത് എന്തെന്നറിയോ? വാപ്പാ സാവീ ഇലാ ജബലി യസ്മുനു മിനൽ മാ. ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് എന്നെ കരകയറ്റുന്ന, എന്നെ രക്ഷപ്പെടുത്തുന്ന ആ കാണുന്ന പർവ്വതത്തിലേക്ക് കയറി ഞാൻ രക്ഷപ്പെടാം വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുമോനാ മുങ്ങിച്ചാവുന്നതിന്റെ ഇടയിൽ പോലും അവിടുന്ന് തന്റെ വാപ്പയെ ധിക്കരിച്ചുകൊണ്ട് മതം മാറാതെ തന്റെ ആശയത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ആ മകനെ പ്രേരിപ്പിച്ചതൊരു ഉമ്മയാണ്.